നമസ്കാരം കുട്ടികളും, സുബർ സാറാണ്. നമ്മുടെ +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിന്റെ ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങളല്ല, ഒത്തിരി ഉണ്ട്. നമ്മൾ പടിപടിയായിട്ട് വേണ്ട അനുസരിച്ച് ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചവരാണേലും തോറ്റവരാണേലും പിന്നെ നല്ല മാർഗമുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇനി അടുത്ത അവരിലോട്ട് പോകാം. മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ പോകാം. പക്ഷേ തോറ്റവരും ഉണ്ട്, മാർക്ക് കുറഞ്ഞവരും ഉണ്ട്. അവർക്കൊക്കെയുള്ള വേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഒന്നാമത് ഇപ്പം ഫെയിലായ കുട്ടികൾക്ക് ഇനി സേ എക്സാം ആണ് എഴുതാൻ പറ്റുന്നത്. ഇനി അതിന്റെ ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ 5 സബ്ജക്റ്റ് പോയാലും 5 നമുക്ക് എഴുതാം. 6 പോയെങ്കിൽ 6 എഴുതാനുള്ള ഒരു അവസരമുണ്ട്. നേരത്തേക്ക് 3 സബ്ജക്റ്റേ പറ്റുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എത്ര സബ്ജക്റ്റ് പോയാലും അത്രയും നമുക്ക് തോറ്റ ഒരു കുട്ടിക്ക് എഴുതാം. ഒന്നാമത്തെ കാര്യം. ഓക്കെ. ഇനിയും 2 സബ്ജക്റ്റേ ഉള്ളെങ്കിൽ 2 എഴുതിയാൽ മതി. 1 ഉള്ളെങ്കിൽ 1 എഴുതിയാൽ മതി. ഇനിയും ജയിച്ച ഒരാളുടെ കാര്യം പറയുമ്പോൾ എല്ലാം ജയിച്ചു, പക്ഷെ ഒരു സബ്ജക്റ്റ് എനിക്കൊന്ന് മാർക്ക് കൂട്ടി ഒന്ന് എടുക്കണം. ഓക്കെ, പറ്റും. 1 പറ്റുള്ളൂ, 2 ഒന്നും പറ്റില്ല. മുഴുവൻ ജയിച്ച ഒരാൾക്ക് ഒരെണ്ണമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പേര് ഇംപ്രൂവ്മെന്റ് എന്നാ. തോറ്റ ഒരു കുട്ടി എഴുതുന്ന സേ എക്സാം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. ഇനി എന്റെ ഫീസ് ഒക്കെ പറയുമ്പോൾ സേ എക്സാമിന് 150 രൂപ, 175 എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലൊക്കെ ഉള്ളവർക്കാണ് 175. പ്രാക്ടിക്കൽ ഇല്ലാത്ത ഒരു വിഷയം തോറ്റത് എഴുതണമെന്നുണ്ടെങ്കിൽ 150 രൂപയും കൃത്യമായല്ലോ. 25 രൂപയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ അത് പറഞ്ഞു തരും. 175, 150 സേ എക്സാമിന്റെ. ഇനി ജയിച്ച ഒരു കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യണം ഒരു സബ്ജക്റ്റ്, അതിന് 500 രൂപയാണ് കേട്ടോ. 500 രൂപയാണ് ജയിച്ച ഒരു കുട്ടിക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടി ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് കൂട്ടിയെടുക്കാനുള്ളത്. ഇനി ഇത് സ്കൂളിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടത് മെയ് 27 ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇന്ന് 22 5 ദിവസമേ ഉള്ളൂ. എല്ലാം ഞാൻ നേരത്തെ പറയണം, 4-5 ദിവസത്തിനുള്ളിൽ എല്ലാ സംഭവം നടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഏകദേശം കിട്ടും. 23-ാം തീയതി തൊട്ട് 27-ാം തീയതി ജൂണിലാണ് നമ്മുടെ എക്സാം. നമ്മൾ നോക്കിക്കേ, കറക്റ്റ് 5 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതേണ്ടതൊക്കെ കുറെ. ഇപ്പൊ 2-3 എഴുതേണ്ടവർക്കൊക്കെ ടൈമേ ഇല്ല. അപ്പൊ നേരത്തെ എല്ലാം പഠിച്ചു തുടങ്ങണം. നമ്മുടെ ക്ലാസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജയിപ്പിച്ച് തരുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ ഉറപ്പായിട്ടും തരും. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് എടുത്തു കൊടുക്കുന്നതായിട്ട് ജയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഒരു സബ്ജക്റ്റിന് 1000 ഉള്ളൂ. 1 ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി കൂടുതൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഓക്കെ. അതിന്റെ റിഡക്ഷൻ ഒക്കെ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, പഠിക്കുക മക്കളെ. കാരണം ഈ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ആരെങ്കിലും ഒക്കെ ഇനിയും ചോദിക്കും, റിസൾട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ മറുപടി കൊടുക്കണ്ടായോ? ജയിച്ച തന്നെ മറുപടി കൊടുക്കണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വവും അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇനി അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ സമയം മുന്നിലുള്ളത്. അത് ജയിച്ചിരിക്കും എന്ന് തന്നെ ഉറപ്പിക്കണം. വീട്ടുകാർക്ക് അതിനുള്ള കോൺഫിഡൻസ് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, വീട്ടുകാർക്ക് ഭയങ്കര വിഷമമുള്ളത് തോറ്റ ഒരു കുട്ടിയുടെ വീടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അതൊക്കെ കവറപ്പ് ചെയ്യണം. ഇനി നിങ്ങളുടെ പഠിത്തം പോലിരിക്കും അവരുടെ സന്തോഷം. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക. ഗുഡ് ബൈ.